അധ്യായം 8-ാം വാക്യം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് വായിച്ചു കേൾക്കാം. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട്, തീത്തോസ് 3:8 ഈ വചനം വിശ്വാസയോഗ്യം. മതി. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ. മതി. ഒരു നിമിഷം വചനം ഓർത്ത് സ്തോത്രം ചെയ്ത് എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഹൃദയത്തിലേക്ക് വചനം ഒന്ന് ഏറ്റെടുത്ത്, എല്ലാവരും ഏറ്റെടുത്ത് കണ്ണടച്ച് വചനം ഒന്ന് ഏറ്റെടുത്ത്. ഈ വചനം വിശ്വാസയോഗ്യം. ഒന്നേറ്റെടുത്ത് എല്ലാവരും കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വചനം ഒന്ന് സ്വീകരിച്ച്. ഈ വചനം വിശ്വാസയോഗ്യം. ഈ വചനം വിശ്വാസയോഗ്യം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചൊന്നേറ്റെടുത്താട്ടെ. ഈ വചനം വിശ്വാസയോഗ്യം. കർത്താവേ, തിരുവെഴുത്തിനെ വാഴ്ത്തി അനുഗ്രഹിക്കണം. വചനം ഞങ്ങളെ പഠിപ്പിക്കണം, വിവേചിക്കണം, പരിശുദ്ധാത്മാവിൽ അത് പ്രാപിക്കാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഇന്ന് പകലത്തെ ആരാധന വളരെ അനുഗ്രഹപ്രദമായ നിലയിൽ വാത്സല്യ സഹോദരൻ ലീഡ് ചെയ്തു. തനിക്ക് ദൈവം കൊടുത്ത അഭിഷേകത്തിന്റെ നിറവിൽ, ആത്മനിയോഗത്തിൽ അത് ചെയ്തെടുക്കാൻ കർത്താവ് തന്നെ അധികാരപ്പെടുത്തി. പ്രത്യേകാലുള്ള നന്ദിയും സ്നേഹവും പ്രിയ പൈതലിനോട് അറിയിക്കട്ടെ. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കിട്ടിയ ഈ അവസരം ദൈവത്തിന്റെ നാമമഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ സർവകൃപാലുവാകുന്ന സ്വർഗത്തിലെ ദൈവം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നാണ് ഒരു ദൂത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ധ്യാനിക്കുവാൻ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യം എങ്ങനെയാണ്? ഈ വചനം വിശ്വാസയോഗ്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിശ്വസിച്ച് സ്വീകരിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഏത് സാഹചര്യങ്ങളുടെ നടുവിലും നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കാൻ നമുക്ക് കഴിയുന്നതൊന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നത് പോലെ മറ്റൊന്നിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. മാനുഷിക വാക്കുകളെ വിശ്വസിക്കുന്നതിന് പരിമിതിയുണ്ട്. പലവിധ പ്രോമിസസിനെയും വിശ്വസിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇന്നലകളിൽ സത്യം ചെയ്തതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ എത്രയോ സാഹചര്യങ്ങളുണ്ട്, അല്ലേ? പക്ഷേ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ അറിയിക്കുന്ന ഒരു ദൂതാണ് ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമാണ്. രാമൻ ചേർന്ന് പറഞ്ഞു. ഏത് സാഹചര്യങ്ങളുടെ നടുവിലും ധൈര്യത്തോടെ നമുക്ക് കയറി പിടിക്കാൻ, ധൈര്യത്തോടെ നമുക്ക് മുറുകെ പിടിക്കാൻ ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമത്രയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാണ് തീത്തോസിന്റെ ലേഖനം. കേത്രയിൽ പൗലോസിന് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ തീത്തോസിനെ അവിടേക്ക് അയച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഏകദേശം AD 62-നും 4-നും 66-നും ഇടയ്ക്ക് ഈ ലേഖനം എഴുതപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ തീത്തോസിനെ പൗലോസ് കേത്രയിലാക്കിയിട്ട് പോവുകയാണ്. സ്തോത്രം. നീ ഇവിടെ നിൽക്കണം, കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്താനുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം തീത്തോസിനെ ഏൽപ്പിക്കുകയാണ് പൗലോസ്. എന്നിട്ട് എന്താണോ തന്നെ അവിടെ നിർത്തിയതിന്റെ പുറകിലുള്ള പദ്ധതി, അത് പൗലോസ് ഒരു കത്ത് രൂപേണ എഴുതി കൊടുത്തതാണ് തീത്തോസിന്റെ ലേഖനം എന്ന് പറയുന്നത്.
സ്തോത്രം ചെയ്യും. ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കത്താണ്. പക്ഷെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തീത്തോസിന് മാത്രമുള്ളതല്ല, അവനിലൂടെ ആക്കി വെച്ച സഭയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പൗലോസ് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. പൂർണ്ണ ഗൗരവത്തോടെ, പൂർണ്ണ ശക്തിയോടെ, ഹല്ലേലൂയ, പൂർണ്ണ ആർജവത്തോടെ നീ ഈ കാര്യങ്ങൾ അവിടെ ചെയ്തെടുക്കണം. അങ്ങനെ ആധികാരികമായി തന്നെയാണ് പോൾ ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിന്റെ ശുശ്രൂഷ വേളകളിൽ ഏറ്റവും അടുത്ത് ജാഗരിച്ചു നിന്ന രണ്ട് പേരാണ്, ഒന്ന് തീത്തോസും ഒന്ന് തിമത്തിയോസും. തീത്തോസും പൗലോസിന്റെ നിജപുത്രൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പൗലോസിലൂടെ തന്നെയാണ് തീത്തോസ് രക്ഷയിലേക്ക് വന്നതെന്നും ഹല്ലേലൂയ 1-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അവിടെ പറയുന്നുണ്ട് പൊതുവിശ്വാസത്തിന്റെ നിജപുത്രൻ. ഹല്ലേലൂയ. നിജപുത്രൻ എന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നതിൽ അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, പൗലോസിലൂടെയാണ് തീത്തോസ് രക്ഷയിലേക്ക് വന്നത്. തന്റെ ശുശ്രൂഷ വേളകളിൽ തനിക്ക് തന്റെ കൂടെ വളരെ ജാഗ്രതയോടെ, വളരെ ആർജവത്തോടെ, വളരെ ഉത്തരവാദിത്തോടെ നിന്ന സഹോദരന്മാരായിരുന്നു തീത്തോസും തിമത്തിയോസും. സ്തോത്രം. അതുകൊണ്ട് തന്നെ പൗലോസ് പല മേഖലകളിലും പല ക്രമീകരണങ്ങൾ, പല വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ഉള്ളിടത്ത് പല ക്രമീകരണങ്ങൾ വരുത്താൻ തീത്തോസിനെ അയച്ചായിട്ട് കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. പല കൊരിന്തി സഭയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായ നേരത്ത് പൗലോസിന് പോകാൻ പറ്റാത്ത സ്ഥാനത്ത് പൗലോസ് അയച്ചത് തീത്തോസിനെ ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അവനെ കൊരിന്തിലേക്ക് അയച്ച ഭാഗങ്ങൾ കൊരിന്ത്യ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലാണ് ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ നിർത്തിയത്. നീ ഇവിടെ നിൽക്കണം, ഹല്ലേലൂയ, കേത്രയിൽ നീ ഇവിടെ ആയിരിക്കണം. സ്തോത്രം. ഇവിടെ നിന്നോട് ചെയ്യാൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. നിന്നോട് ചെയ്യാൻ എനിക്ക് ചിലതുണ്ട്. അതിന്റെ നിയോഗം തീത്തോസിന്റെ മേലുണ്ടായിരുന്നു. അത് ആർക്കറിയാം? ആത്മാവകത്തുള്ള പൗലോസിനറിയാം. പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമാകുന്ന പൗലോസിനറിയാം, അല്ലെങ്കിൽ ഇവനിലൂടെ ചിലത് ചെയ്തെടുക്കാൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ അവിടെ നിർത്തി. സ്തോത്രം. അവിടെ നിർത്തിയിട്ട് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അപ്പോസ്തലൻ ഒരു 10 രൂപേന അവന് നൽകി കൊടുത്തു. അല്ലെങ്കിൽ ചെറുതരാമൻ പറഞ്ഞേ, സ്തോത്രം. ഞാനൊരു പൊരുള് നിങ്ങളോട് പറയാം, ഒരു മർമ്മം പറയാം. തീത്തോസിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്താണ്, നിന്നെ ആക്കി വെച്ച കേത്രയിൽ നീ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശം പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് തീത്തോസിന്റെ മേലെ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ഒരു വെളിപ്പാട് പറയാം. ദൈവമാക്കി വെച്ച ചില ഇടങ്ങളിൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആത്മാവ് ഭരിക്കുന്ന വ്യക്തികളിലൂടെയോ നമുക്ക് ദൈവം നൽകി തരുമ്പോൾ അതിനെ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മറക്കരുത്. എന്നോട് പറയുന്നത് കേവലം ഒരു പാസ്റ്റർ, കേവലം ഒരു വ്യക്തി എന്നല്ല ചിന്തിക്കേണ്ടത്. എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ഈ ഹല്ലേലൂയ മേഖലയിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവമാണ് എന്നെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നത്. അതനുസരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. പലപ്പോഴും നമ്മൾ അത് അനുസരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പല നൂലാമാലയും വഴിയാത്തത്, മാറാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാക്കി വെച്ച ഇടങ്ങളിൽ ദൈവം എന്തിനാണോ ആക്കി വെച്ചത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആ നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞു. 3 വിധത്തിലാണ് ഈ ഭാഗം 1-2 അധ്യായങ്ങളെ 3 വിധത്തിലാണ് ഹല്ലേലൂയ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് സഭാഭരണം എന്നാണ്. സഭാഭരണം ഞാൻ ഒരിക്കൽ ഈ ഭാഗം എവിടെയോ ഒരിടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. സഭാഭരണം എന്നാണ്. സ്തോത്രം. ഒരു സഭ എങ്ങനെ ഭരിക്കപ്പെടണം, ഒരു സഭ എങ്ങനെ മുൻപോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമാണ്
ഒന്നാം ഭാഗം എന്ന് പറയുന്നത്. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് പത്യോപദേശത്തിലുള്ള വിശ്വാസ ജീവിതമാണ്. സ്തോത്രം. പത്യോപദേശത്തിലുള്ള ഭക്തിയുള്ള വിശ്വാസ ജീവിതം നയിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗമാണ് അല്ലെങ്കിൽ വിശ്വാസികളുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ സർക്കാരിനോടുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അന്യോന്യമുള്ള ഉത്തരവാദിത്വം. സ്തോത്രം. അങ്ങനെ മൂന്നാം ഭാഗത്തെ പഠിപ്പിക്കുന്നു. ആ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, സഭയിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ 1 2 പ്രാവശ്യം അവനെ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് വീണ്ടും അവൻ അത് തന്നെ തുടരുന്നതെങ്കിൽ ഒരു കാരണവും ബോധിപ്പിക്കാതെ നീ അങ്ങനെയുള്ളവരെ ഒഴിവാക്കണം. സ്തോത്രം. അങ്ങനെ വളരെ ശക്തമായ നിർദ്ദേശമാണ് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ രേഖപ്പെടുത്തി. ഒന്ന് പറയുന്നു സഭാഭരണം. ഇതൊരു സഭയല്ലെങ്കിൽ പോലും ഇതൊരു കൂട്ടായ്മയായിരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഭരണക്രമമുണ്ട്. സ്തോത്രം. അത് രാഷ്ട്രീയ രാഷ്ട്രീയ കളികളല്ലത്. അതൊരു ഹല്ലേലൂയ മുൻപോട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപാലിച്ചു പോകേണ്ടതിന് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു സഭാഭരണം. സ്തോത്രം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിൽ കൃത്യമായി മൂപ്പന്മാരെ ആക്കി വെക്കണം. 1-ാം അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കുമ്പോഴാണ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. സഭയുടെ ഭരണത്തിന്റെ ക്രമക്കേട് വരാതിരിക്കാൻ, സഭയുടെ ഭരണക്രമം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ആദ്യം തീത്തോസിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്, നീ ചിലരെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്ത്. വായിച്ചേ. ശേഷിച്ച കാര്യങ്ങളെ ക്രമപ്പെടുത്താൻ ഞാൻ നിന്നെ കേത്രയെ വിട്ടേച്ചു പോയിരിക്കാം. പട്ടണം തോറും മൂപ്പന്മാരെ എന്ത് ചെയ്യണം? നീ ആക്കി വയ്ക്കണം. ശ്രദ്ധിച്ചേ. അവിടെ പറയാ, നീ മൂപ്പനെ എടുക്കുമ്പോ ഒന്ന് അവൻ കുറ്റം ഇല്ലാത്തവൻ. ഇന്നെങ്ങാനും ആയിരുന്നെങ്കിലും എങ്ങനെ എടുത്ത്? എന്നോട് ദൈവം പറയാ, നീ മൂപ്പന്മാരെ ഈ കൂട്ടത്തിൽ നിന്ന് എടുക്കണമെന്ന് പറയുമ്പോ ഞാൻ ആരെ എടുക്കും? നിങ്ങളാരും നോക്കുന്നില്ല. ഞാൻ ആരെ എടുക്കും? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയാ, ഒന്ന് കുറ്റം ഇല്ലാത്തവൻ. സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, അന്ന് കുറ്റമില്ലാത്തവര് കാണും. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയത്തില്ല. അതല്ലേ? എല്ലാരും കുറ്റക്കാരാണെങ്കിൽ ഒരിക്കലും പറയത്തില്ല. കുറ്റമില്ലാതെ കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ടെന്ന് പൗലോസിന് മനസ്സിലായതുകൊണ്ട് പൗലോസ് പറഞ്ഞ കുറ്റമില്ലാത്തവരെ. എത്ര പേര് ആമേൻ പറഞ്ഞു? സഭയുടെ ഒരു സ്ഥാന നിർവഹണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ദൈവം നമ്മളെ ആക്കി വെക്കുമ്പോൾ തിരുവെടുത്ത് പറയുന്ന അവൻ കുറ്റമില്ലാത്തവനായിരിക്കണം. അടുത്തത് ഇതൊന്നും എന്റെ ദൂതല്ല, ദൂതിലേക്ക് ഞാൻ വരാം. ഏക ഭാര്യ. വീട്ടിലൊന്ന്, പുറത്തിറങ്ങുമ്പോ വേറൊന്ന്. അങ്ങനല്ല. എങ്ങനെ? ഏക ഫോൺ കോണ്ടാക്ട് നമ്പറിൽ ഒന്ന്, വാട്സപ്പിൽ വേറൊന്ന്, ഫേസ്ബുക്കിൽ വേറൊന്ന്. അങ്ങനല്ല. പിന്നെ ഏക ഭാര്യ ഉള്ളവൻ. പിള്ളേരുടെ ഭാഷ പറഞ്ഞ സ്റ്റെപ്പിനി ഒന്നും ഉണ്ടാവില്ലെന്ന്. ഉണ്ടെന്നില്ലല്ലോ. ഹലോ, നിങ്ങളെ കുറിച്ചല്ലെന്ന് വചനം അവിടെ കേത്രയിലെ കാര്യം പറയുന്നു. സ്തോത്രം. അടുത്ത ദുർനടപ്പിന്റെ ശ്രുതി പോലും എന്ത് ചെയ്യരുത്? നീ ദുർനടപ്പുകാരനാണെന്നുള്ള ഒരു പറച്ചില് പോലും എന്ത് ചെയ്യരുത്? കേൾക്കരുത്. സ്തോത്രം. പോട്ടെ. അടുത്ത അനുസരണക്കേടുള്ളവരായിരിക്കരുത്. ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും അനുസരിക്കുന്നവരെ വേണം നീ തിരഞ്ഞെടുക്കാൻ. അടുത്തത് വിശ്വാസികളായ, അനുസരണക്കേടില്ലാത്ത വിശ്വാസികളായ
നീ ഇതിനകത്ത് വന്നിരുന്നിട്ട് നിന്റെ പിള്ളേര് വേറെ വഴിക്ക് മിണ്ടുന്നില്ല. നീ ഇവിടെ വന്നിരുന്ന് ഇല്ലാത്ത അന്യഭാഷയെല്ലാം ഒപ്പിച്ച് നീ പറയുക സ്വത്രം, നിന്റെ പിള്ളേർ ഏത് വഴിക്ക് മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ തലമുറ ദൈവസന്നിധിയിൽ വിശ്വാസത്തെ കാണണം. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് തന്നെ വിരൽ ചൂണ്ടും. അനസാന്തരപ്പെടാത്ത തലമുറകൾ ഉണ്ടെങ്കിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോണം അവർക്ക് വേണ്ടി. അധ്യക്ഷനെ കുറിച്ച് പറയാം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനായ തന്നിഷ്ടക്കാരനാകരുത്. സ്തോത്രം. അത് ഞങ്ങൾക്കുള്ള ദൂതൊക്കെയാ. തന്നിഷ്ടക്കാരൻ ആകരുത്. കോപി, മദ്യപ്രിയൻ, തല്ലുകാരൻ, കണ്ടോ, ദുർലാഭമോഹി അരുത്. കണ്ടോ, അപ്പൊ ഒന്ന് വായിച്ചേ. തന്നിഷ്ടക്കാരൻ, സ്വന്തം ഇഷ്ടക്കാരൻ ആകരുത്. അടുത്ത് കോപം. അടുത്ത് മദ്യപ്രിയൻ. അധ്യക്ഷനായിരിക്കുന്നവൻ എങ്ങനെ ആകരുത്? മദ്യപ്രിയൻ ആകരുത്. അടുത്ത് തല്ലും പിടിയുള്ളവനൊന്നും ഉണ്ടെന്നില്ല. തല്ല അറിയാഞ്ഞിട്ടില്ല, പിന്നെ തല്ലെഴുതുന്ന വേദോസം പറഞ്ഞുകൊണ്ട് തല്ലാത്ത. തല്ലും പിടിയുള്ളവൻ ആകരുത്. അടുത്ത് ദുർലാഭമോഹി. ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യരുത്. അടുത്ത് അതിഥിപ്രിയനായിരിക്കണം. സൽഗുണപ്രിയനായിരിക്കണം. സുബോധമുള്ളവനായിരിക്കണം. നീതിമാനായിരിക്കണം. നിർമ്മലനായിരിക്കണം. ജിതേന്ദ്രിയനായിരിക്കണം. പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്താനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വചനം വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. അതാ ഒന്നാമത് ഏൽപ്പിച്ച ഡ്യൂട്ടി. രാമൻ പറഞ്ഞേ. പട്ടണം തോറും മൂപ്പന്മാരെയും അധ്യക്ഷന്മാരെയും നീ ആക്കി വെക്കുമ്പോൾ നീ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം നീ ചെയ്യാൻ. ഹല്ലേലൂയ. ചേർന്ന് രാമൻ രണ്ട് പറയുക. ദൈവവചനത്തിന്റെ പത്യോപദേശങ്ങളെ അനുസരിച്ച് ക്രിസ്തീയ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നവരായിരിക്കണം. ആ ഭാഗമൊന്നും ഞാൻ എടുക്കുന്നില്ല, അത് നമ്മുടെ ദൂതല്ലല്ലോ. മൂന്നാമത് പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസിയുടെ ഉത്തരവാദിത്വം. സർക്കാരിനോടുള്ള ഉണ്ടെന്നില്ല എന്താ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ, ഞാൻ ഇത് പറയുമ്പോ നാളെ നീ കൊടിയെടുത്തോണ്ട് ഇറങ്ങാനുള്ള ലൈസൻസ് ആയിട്ട് ഈ വചനത്തെ കാണരുത്. സർക്കാർ പറഞ്ഞിരിക്കുന്ന നിയമത്തെ അനുസരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നീ കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങണമെന്നല്ല ഇതിന്റെ അർത്ഥം. തല്ലുകൂടണമെന്നല്ല അർത്ഥം. ഇംഗില സിന്ദാബാദ് വിളിക്കാൻ പോണം എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഹല്ലേലൂയ, സർക്കാരിന്റെ നിയമവ്യവസ്ഥിതികളോട് കീഴ്പ്പെട്ട് നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നാണ് വെളിപ്പെടുത്തുന്നത്. അന്യോന്യം വിശ്വാസികൾ തമ്മിൽ അന്യോന്യം ഉത്തരവാദിത്വമുണ്ടെന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ, മൂന്നാം ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അപ്പോ നമ്മളെ ദൈവമാക്കി വെച്ച മേഖലകളിൽ നമ്മൾ ഈ തലങ്ങളിലായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ബോധ്യപ്പെടുത്തും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് പറയുന്നത്, ഈ വചനം വിശ്വാസയോഗ്യം. രാമൻ പറഞ്ഞു. ഹല്ലേലൂയ. ഏത് വചനമാണ് വിശ്വാസയോഗ്യം? അതാണ് നമ്മൾ ഇന്ന് പകൽ ധ്യാനിക്കാൻ പോകുന്നത്. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യമെന്ന് അപ്പോസ്തലനായ പൗലോ തീത്തോസിലൂടെ കേത്രയിലുള്ള ജനത്തിനെ ബോധ്യപ്പെടുത്തുമ്പോൾ, ഇന്ന് പകൽ നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഏത് വചനമാണ് വിശ്വാസയോഗ്യം?
പഠനമെല്ലാം വിശ്വാസയോഗ്യല്ലേ? അല്ലേ? അല്ലേ? പ്രൈസ് ദി ലോർഡ്. വചനമെല്ലാം വിശ്വാസയോഗ്യല്ലേ? അല്ലേ? സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം എല്ലാം വിശ്വാസയോഗ്യം. എന്നാൽ ഇവിടെ വ്യക്തമായി പറയുന്നു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യം. ഏതാണ് ആ വചനം? 4-ാം വാക്യത്തിലാണ് അതിന്റെ ഉത്തരം കിടക്കുന്നത്. 3:4 വായിക്കും. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. എത്ര പേര് എന്നോട് കൂടെ ആമേൻ പറയും? ഏത് വചനമാ വിശ്വാസയോഗ്യം? ഏത് വചനത്തെയാ നീ മുറുകെ പിടിക്കേണ്ടത്? ഏത് വചനത്തെയാ നീ അനുസരിക്കേണ്ടത്? ഏത് വചനത്തിലാ നീ കീഴ്പ്പെടേണ്ടത്? യേശുവിന്റെ നാമത്തിൽ അവിടെ വ്യക്തമായി പറയുന്നു, നിന്റെ പ്രവർത്തികൾ നോക്കിയാൽ ഒരു ഗുണവുമില്ലായിരുന്ന നിന്റെ, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ നോക്കിയാൽ ഒന്നിനും കൊള്ളാത്ത നമ്മളെ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നിന്ന് തന്റെ കരുണ ഉദിച്ചപ്പോൾ, തന്റെ നീതി വെളിപ്പെടുത്തിയപ്പോൾ, ഹല്ലേലൂയ, നമ്മളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന വചനമാണ് വിശ്വാസയോഗ്യം. യേശുവിന്റെ നാമത്തിൽ ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ അധീനതയിൽ കിടന്നപ്പോൾ, പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്നപ്പോൾ, ജീവിതത്തിന്റെ തകർച്ചയിൽ കിടന്നപ്പോൾ, ജീവിക്കുന്ന ദൈവം ആരാണെന്ന് അറിയാതെ കിടന്നപ്പോൾ, അറിഞ്ഞിട്ടും അവനെ അനുഭവിക്കേണ്ടത് പോലെ അനുഭവിക്കാതെ കിടന്നപ്പോൾ, നിനക്ക് വേണ്ടി സർവ്വം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ അരിമനായ രക്ഷയുടെ വചനമാണ് വിശ്വാസയോഗ്യം. എന്നോട് ചേർത്ത് പറഞ്ഞാൽ, നിന്നെ രക്ഷിച്ച, നിന്റെ കുടുംബത്തെ രക്ഷിച്ച, നിന്റെ രക്ഷിച്ച, നിന്റെ ജീവിതത്തെ രക്ഷിച്ച, നിന്റെ ഭാവിയെ രക്ഷിച്ച, നിന്റെ കല്യാണത്തെ രക്ഷിച്ച, നിന്നെ രക്ഷിച്ച ദൈവത്തിന്റെ ജീവിക്കുന്ന വചനമാണ് വിശ്വാസയോഗ്യം. അത് അനുഭവിക്കുന്നവൻ ആത്മാവിൽ നന്ദി പറയുന്നു. ആമേൻ. നമ്മുടെ പ്രവർത്തികൾ വെച്ച് ദൈവം നമ്മളെ വിധി എഴുതിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വിശ്വാസയോഗ്യമായ വചനത്തിലേക്ക് കടപ്പാൻ നമുക്ക് കഴിയുമായിരുന്നു? ഇല്ല. അത്രയ്ക്ക് നല്ല പ്രവൃത്തിയായിരുന്നു. ദൈവം നോക്കിയപ്പോ അത്രയ്ക്ക് നല്ല പ്രവൃത്തിയായിരുന്നു നമ്മുടെ. സ്വോത്രം. നമ്മുടെ പ്രവൃത്തികൾ വെച്ചല്ല ദൈവം നമ്മളെ രക്ഷിച്ചത്. പൗലോസ് ആത്മനിയോഗത്തോടെ പറഞ്ഞു, അവന്റെ കരുണ. ഒരാമേ പറഞ്ഞു, അവന്റെ കരുണ. ആ വാക്കിന് വലിയൊരാഴമുണ്ടെന്ന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ എങ്ങനായിരുന്നു? ഹല്ലേലൂയ, സ്തോത്രം. അധർമ്മത്തിന്റെ മക്കളായിരുന്നു നമ്മള്. അഗ്രചർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഒക്കെ സ്വഭാവങ്ങളുള്ളവരായിരുന്നു നമ്മൾ. സ്തോത്രം. ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയോന്ന് എനിക്ക് ഡൗട്ടാണ്. സ്തോത്രം. അധർമ്മത്തിന്റെയും അഗ്രചർമ്മത്തിന്റെയും ഒക്കെ മക്കളായിരുന്നു നമ്മൾ. പക്ഷേ നമ്മുടെ മേലൊരു കരുണ വെളിപ്പെട്ടു. നമ്മുടെ കുടുംബത്തിന്റെ മേലൊരു കരുണ വെളിപ്പെട്ടു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലൊരു കരുണ വെളിപ്പെട്ടു. ആ കരുണയാണ് നമ്മളെ രക്ഷിച്ചത്. ചേർന്നത്ര പേര് രാമൻ പറയും. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കണ്ടോ? ഏതാ വിശ്വാസയോഗ്യമായ വചനം? ദൈവം രക്ഷിച്ചത്. വിശ്വാസയോഗ്യമായ വചനം എന്ന് പൗലോസ് എഴുതിയത് നിന്നെ രക്ഷിച്ചത്. നിന്റെ ഹല്ലേലൂയ പ്രാണം പോകേണ്ട സമയത്ത്
അങ്ങ് നിത്യ നരകത്തിന് ഓഹരിയായ സമയത്ത് നമുക്ക് വേണ്ടി സ്വർഗീയ മഹിമ വെടിഞ്ഞ താണത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വീണ്ടെടുത്ത വചനമാണ് വിശ്വാസയോഗ്യ വചനം. അവിടെ പറയുന്നു, അത് നിങ്ങളുടെ പ്രവർത്തികളല്ല, ദൈവത്തിന്റെ കരുണ. എന്താ കരുണ? എന്താ കൃപ? അത് ചോദിച്ച ചാടി കയറി പറയുന്നു, എന്താ കൃപ? എന്താ ഫുള്ളായില്ലല്ലോ. എന്താ കൃപ? എന്താ കൃപ ചോദിച്ച എന്താ കൃപ? കൃപയുണ്ടോ? എന്താ കൃപ? എന്താ കൃപ? അറിയോ? അറിയോ? എന്താ കൃപ? ആ ആ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകി തന്ന ദാനമാണ് കൃപ. അപ്പൊ എന്താ കരുണ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകി തന്നതാണ് എന്ത്? 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 കൃപ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകി തന്നതിനെ കൃപ എന്ന് പറയുന്നു. അപ്പൊ എന്താ കരുണ? എന്താ കൃപ? അല്ല സോറി, കരുണ. കൃപ എന്താ? സുബിൻ ബ്രദർ, കൃപ എന്താ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകി തന്ന ദാനമാണ് കൃപ. അപ്പൊ എന്താ കരുണ? നിങ്ങൾക്ക് ബുദ്ധിയൊന്നും ഇല്ലേ? സ്തോത്രം. ഞാൻ വെറുതെ ഒന്ന് പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. കൃപ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മുടെ മേൽ പകർന്നു തന്നതാണ് കൃപ. കരുണ എന്ന് പറഞ്ഞാൽ അർഹതയുള്ളതിനെ നമുക്ക് തരാതിരുന്നതാണ് കരുണ. മനസ്സിലായോ? ഇല്ല. അർഹതയില്ലാത്തതിനെ നമ്മുടെ മേൽ ദൈവം നൽകി തന്ന ദാനമാണ് എന്ത്? കൃപ എന്ന് പറയുന്നത്. കരുണ എന്ന് പറയുന്നത് അർഹതയുള്ള പലതും നമുക്കും തരാതെ അതിനെ മാറ്റിയതാണ് കരുണ. എന്താ അർഹതയുള്ളത്? നിത്യ മരണത്തിന് നമ്മൾ അർഹരായിരുന്നു. എത്ര പേര് ആമേൻ പറയും? വിശ്വാസയോഗ്യമായ വചനത്തെ കുറിച്ച് ഞാൻ പറയുന്നേ. നിത്യ മരണത്തിന് നമ്മൾ യോഗ്യരായിരുന്നു, നമ്മൾ അർഹരായിരുന്നു. പാപത്തിന്റെ ചങ്ങലക്കുഴിയിൽ കിടക്കാൻ നമ്മൾ അർഹരായിരുന്നു. മരണത്തിന് നമ്മൾ യോഗ്യരായിരുന്നു. അർഹതയുള്ള പലതും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്നപ്പോൾ അതിനെ നമുക്ക് നൽകി തരാതെ സ്വയം ഏറ്റെടുത്ത് അതിന്റെ അകത്തു നിന്ന് നമ്മളെ വിടുവിച്ചതാണ് ദൈവത്തിന്റെ കരുണ. ആ കരുണ അനുഭവിച്ചവർ നന്ദിയോടെ സ്തോത്രം. ആ കരുണ നന്ദിയോടെ സ്തുതിക്കണം. നിന്റെ ജീവിതത്തിൽ കടന്നു വരേണ്ട സ്ഥാനങ്ങൾ നിന്റെ ജീവിതത്തിൽ കരുണ അനുഭവിച്ചവർ അറിയിക്കരുത്. കരുണ അനുഭവിച്ചവർ മരണമിരിക്കരുത്. സമയമാണ് മാറ്റി
കരുണ. സ്തോത്രം. കരുണയുടെ ആഴമേറിയ വെളിപ്പാടത. അർഹതപ്പെടാത്തത് നമ്മുടെ മേൽ പകർന്നു തന്നതാ കൃപ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കരുണ. നമുക്ക് അർഹതപ്പെട്ടത് പലതും നമ്മുടെ മേൽ വരാതിരിക്കത്തക്കവണ്ണം അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നമ്മളെ കരുതിയതാണ് കരുണ. നമ്മളെ കരുതിയതാണ് കരുണ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ കരുതൽ അനുഭവിക്കാത്തവരാരും ഈ ദൈവശബ്ദം കേൾക്കുന്നില്ല. ആ കരുതൽ അനുഭവിക്കുന്നവരാ ചാരത്തും ദൂരത്തും ഇരുന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ലോക ദൈവത്തിന്റെ നിത്യ മരണത്തിന് യോഗ്യരായ നമ്മളെ സ്വർഗീയ മഹിമ വെളിഞ്ഞിറങ്ങി വന്ന് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് കേവലം ഒരു മനുഷ്യനെ കിട്ടേണ്ട പരിഗണന പോലും പലപ്പോഴും എന്റെ ക്രിസ്തുവിനെ കിട്ടാതെ ഈ ലോകത്ത് കഷ്ടമനുഭവിച്ച് നമ്മുടെ മേൽ ഇരുന്ന മരണവിധിയെ, നമ്മുടെ മേൽ ഇരുന്ന ന്യായ മരണവിധിയെ നമ്മളിൽ നിന്നും നീക്കം ചെയ്യാൻ കാണിച്ചത് ദൈവത്തിന്റെ കരുണ. എത്ര പേരത് അനുഭവിക്കുന്നുണ്ട്? എത്ര പേരത് അനുഭവിക്കുന്നുണ്ട്? എത്ര പേരത് അനുഭവിക്കുന്നുണ്ട്? ദൈവത്തിന്റെ കരുണയല്ലേ നീ നിൽക്കുന്നത്? ദൈവത്തിന്റെ കരുണയല്ലേ നീ നടക്കുന്നത്? ദൈവത്തിന്റെ കരുണയല്ലേ നീ ജീവിക്കുന്നത്? ദൈവത്തിന്റെ കരുണയല്ലേ ഇന്ന് പകൽ ആത്മാവ് ചില വ്യക്തികളോട്, ചില കുടുംബങ്ങളോട് ചോദിക്കുന്നു, ദൈവത്തിന്റെ കരുണ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ കാണുന്ന പോലെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഈ നിൽക്കുന്ന പോലെ നിനക്ക് നിൽക്കാൻ കഴിയത്തില്ല. നീ അനുഭവിക്കുന്നതല്ല ദൈവത്തിന്റെ കരുണ. നീ അനുഭവിക്കുന്നത് മറ്റുപലതുമായിരുന്നു, അസമാധാനമായിരുന്നു, അഗ്രചർമ്മികളായ നമ്മൾ, പാപത്തിന്റെ അധീനതയിൽ കടന്നു നമ്മൾ, മാനുഷിക വർഗത്തിന്റെ പിതാവും മാതാവും എന്നറിയപ്പെടുന്ന ആദമും ഹവ്വയും ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം മരണം. ആ മരണത്തിന് യോഗ്യരായ നമ്മൾ. ഹല്ലേലൂയ. രാജാവ് സീറ്റ് ബുക്ക് ചെയ്ത് റിസർവേഷൻ ചെയ്ത പലരും കേറാതിരുന്ന സീറ്റിൽ അടിത്തലയ്ക്കലും ഹല്ലേലൂയ ദാരിദ്ര്യന്മാരായി പിടിച്ചു കിടന്ന നമ്മളെ കയറ്റിയ ദൈവത്തിന്റെ കരുണ. രാമൻ പറയണം, റിസർവേഷൻ ചെയ്ത സീറ്റാ, അത്തായിച്ചാൻ, പൗലോച്ചാൻ എന്നൊക്കെ പറഞ്ഞ് റിസർവ് ചെയ്ത സീറ്റാ. പക്ഷേ അവരാരും രാജാവിന്റെ മകന്റെ കല്യാണത്തിന് വരാതിരുന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഹല്ലേലൂയ അവര് വരുന്നില്ല, വരണ്ട. ഹല്ലേലൂയ വഴിത്തലക്കിലിരിക്കുന്നവരില്ലേ, ഒന്നിനും കൊള്ളാത്തവരില്ലേ, നിന്ദിച്ചും പരിഹസിച്ചും മാറ്റി നിർത്തി വെച്ചിരിക്കുന്നവരില്ലേ, ഒരു കാര്യം ചെയ്യും, അവരെ വിളിച്ചോണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വിളിച്ചോണ്ട് വരുമ്പോൾ ഹല്ലേലൂയ കല്യാണ വസ്ത്രം ധരിപ്പിക്കും. കണ്ടോ അർഹതയില്ലാത്തത് കിട്ടിയതാ കൃപ. അർഹതയില്ലാത്തത് കിട്ടിയതാ കൃപ. ഹല്ലേലൂയ. നീ ഇരിക്കേണ്ടത് വല്ല പട്ടണവാതിക്കലും വല്ല തെരുവീതികളിലുമായിരുന്നു നിന്റെ സ്ഥാനം. പക്ഷെ അവിടെ നിന്ന് ദൈവം നിന്നെ രാജാവിന്റെ ഹല്ലേലൂയ മകന്റെ കല്യാണത്തിന്റെ അകത്ത് കയറ്റിയത് ദൈവത്തിന്റെ കരുണയാണ്. മറക്കരുത്. ദൈവം ചെയ്ത കരുണ മറക്കരുത്. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, പലരും നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണയിലാണ്. ദൈവത്തിന്റെ കരുണയിലാണ് പലരും നിൽക്കുന്നത്. നീ അഹങ്കരിക്കരുത്, അല്ലെങ്കിൽ നീ ദൈവത്തെ മറക്കരുത്, നീ ദൈവത്തെ ഉപേക്ഷിക്കരുത്. പലരും നിൽക്കുന്ന ദൈവത്തിന്റെ കരുണയിലാണ്. ആത്മാവിനോട് ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറയും, നീ അഹങ്കരിക്കരുത്. നീ നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. കരുണ മാറിയ നിന്റെ കാര്യം പോക്ക.
എല്ലാവരുടെ ഭാഷ പറഞ്ഞ കട്ട പുകയാകും നിന്റെ കാര്യം. ദൈവത്തിന്റെ കരുണയുടെ കരുതലിന്റെ കരം എപ്പോ ദൈവം പിൻവലിക്കാൻ തീരുമാനിക്കുന്നു, അതോടെ നീ അഹങ്കരിക്കുന്ന മേഖലകളെ എന്റെ ദൈവം കച്ചുനച്ചു കളയും കേട്ടോ, മറക്കരുത്. അന്ന് ഇസ്രായേലിന് 40 വർഷം മരുഭൂമിയിൽ കഴിഞ്ഞത്, ചെരുപ്പ് തേഞ്ഞായും തേഞ്ഞു പോകാഞ്ഞതും വസ്ത്രം മുഷിയാഞ്ഞതും അവർക്ക് വേണ്ടുന്നതെല്ലാം വെളിപ്പെടുത്തുന്ന കാര്യം അവരുടെ കഴിവെന്നതിനെ മേടിക്കരുത്. അവർ ദൈവത്തിന്റെ കരുതലിന്റെ കീഴിലാണ് ഉള്ളത്, ദൈവത്തിന്റെ ദൈവത്തിന്റെ കരുതലിന്റെ കീഴിലാണ് 40 വർഷം ജനം ക്ഷീണിച്ചു പോകാതെ അവരുടെ വിശ്വസിക്കുന്നവര് മാത്രം വന്നു പറയണം, വിശ്വസിക്കുന്നവര് മാത്രം പറയണം, വിശ്വസിക്കുന്നവർ മാത്രം, അത് അനുഭവിക്കുന്നവർ മാത്രം, അത് അനുഭവിക്കുന്ന ഞാൻ നിൽക്കുന്ന കരുണയാണ്, എന്റെ ആയുസ് ദൈവത്തിന്റെ കരുണയാണ്, എന്റെ ആരോഗ്യം ദൈവത്തിന്റെ കരുണയാണ്, എന്റെ ജീവിതം ദൈവത്തിന്റെ കരുണയാണ്, എന്റെ കുടുംബം ദൈവത്തിന്റെ കരുണയാണ്, എന്റെ ഭാവി ദൈവത്തിന്റെ കരുണയാണ്, എന്റെ തലമുറ ദൈവത്തിന്റെ കരുണയാണ്. നീതി പ്രവർത്തികളാലല്ല, ദൈവത്തിന്റെ കരുണയാണ്. സ്തോത്രം. നിനക്ക് പുകഴാൻ എന്നുണ്ട്, നിനക്ക് പ്രശംസിക്കാൻ എന്നുണ്ട്. നീ വലിയ പുള്ളിയാണെന്ന് പറയും, നിനക്കെന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നതല്ലേ. എത്ര പേര് അവരെ പറയും? എന്നെ സംബന്ധിച്ച് എനിക്കതേ പറയുള്ളൂ. എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനം. ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടല്ലോ, എല്ലാം നീ ദാനമല്ലോ, ഇതൊന്നും കേട്ടില്ലേ? എല്ലാം നിൻ ദാനമല്ലോ, ഇതൊന്നും എന്റേതല്ല. എല്ലാം നീ തന്നതല്ലോ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം നിൻ ദാനമല്ലോ, ഇതൊന്നും എന്റേതല്ല. എല്ലാം നീ തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം നിൻ ദാനമല്ലോ, ഇതൊന്നും എന്റേതല്ല. എല്ലാം നീ തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ഹല്ലേലൂയ. ചേർന്ന് രാമൻ പറയാമോ? നമുക്ക് വന്നതും നമുക്ക് കിട്ടിയതും നമ്മൾ വാങ്ങിയതും നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ കരുണയുടെ കരുതലാണ്. ഒന്നും നമ്മുടെ കഴിവല്ല, ഒന്നും നമ്മുടെ മിടുക്കല്ല, ഒന്നും നമ്മുടെ പുണ്യപ്രവർത്തിയല്ല. പൗലോസിലൂടെ ആത്മാവ് രേഖപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ നീതി പ്രവർത്തികളാലല്ല, ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ മേൽ ഉദിച്ചു. ചേർന്ന് എത്ര വിരാമം പറയും? നീ അനുഭവിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കരുണ ഉദിച്ചതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സൂര്യൻ ഇരുളിനെ മാറ്റുന്നത് പോലെ ദൈവത്തിന്റെ പ്രസാദം നിന്റെ ജീവിതത്തിലേക്ക് ഉദിച്ചു വന്നപ്പോൾ, ചില ഇരുട്ടിന്റെ മേഖലകൾ മാറിയിട്ട് ദൈവത്തിന്റെ കരുണ ഉദിച്ചപ്പോൾ, ദൈവത്തിന്റെ പ്രീതി മേൽ ഉദിച്ചപ്പോൾ, ദൈവത്തിന്റെ പ്രസാദത്തിന്റെ മേൽ ഉദിച്ചപ്പോൾ, ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോയിട്ട്, ഇരുട്ടിന്റെ മേഖലകൾ മാറിപ്പോയിട്ട് ദൈവത്തിന്റെ കരുണയുടെ കരുതൽ നീ അനുഭവിച്ചത് നീ അഹങ്കാരിച്ച് മറക്കരുത്. സ്തോത്രം. ചിലതൊക്കെ ദൈവം നിനക്ക് തരുന്നില്ലെങ്കിൽ, ചിലതൊക്കെ ദൈവം നിഷേധിക്കുന്നുണ്ടെങ്കിൽ, ചിലതൊക്കെ ദൈവം വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, അത് കൃപയാ, അത് കരുണയാ, അത് കരുതലാ. സ്തോത്രം ചെയ്യും. അപ്പൊ മനസ്സിലായ കരുണ എന്താന്ന്? ദൈവത്തിന്റെ വചനത്തിന്റെ വിശ്വാസയോഗ്യം എന്ന് പറയുന്നത് ഒന്ന്, ദൈവത്തിന്റെ
കരുണയാൽ നിങ്ങൾക്ക് രക്ഷ വന്നു. അതാ ഒന്നാമത്തെ കാര്യം. ദൈവത്തിന്റെ കരുണയാൽ നിങ്ങൾക്ക് എന്തു വന്നു? രക്ഷ വന്നു. നിങ്ങൾ രക്ഷപ്പെട്ട വചനം. പറഞ്ഞു, ഈ ലോകത്തിലുള്ളതെല്ലാം നേടിയാലും തന്റെ ആത്മാവിനെ കളഞ്ഞാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകത്തിലുള്ളതെല്ലാം നേടി, പക്ഷേ ആത്മാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആത്മാവിനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മനുഷ്യന് എന്ത് പ്രയോജനം? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? ആ മനുഷ്യന് എന്ത്? അങ്ങനെയെങ്കിൽ നിന്റെ ആത്മാവിന് ദൈവം തന്ന രക്ഷ, ആ വചനമാണ് വലിയ വചനം. അതാണ് വിശ്വാസയോഗ്യം. പരിശുദ്ധാത്മാവ് പറയുന്നത് അതാണ്. വിശ്വാസയോഗ്യമായ വചനമെന്ന് നീ വിളംബരം ചെയ്യുമ്പോൾ നീ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിനെ പുറമെ കാണിച്ചു കൂട്ടുന്ന കാര്യപരിപാടികളല്ലെന്ന്. അകത്തെ മനുഷ്യനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ദൈവം ഒരുക്കി വെച്ച രക്ഷാ പദ്ധതിയുടെ വചനമില്ലേ, ആ വചനമാണ് വിശ്വാസയോഗ്യം. അടുത്ത വാക്യം 3-4-5 വാക്യങ്ങൾ വായിച്ചോ. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ കരുണയുടെ പ്രസാദവും പ്രീതിയും നമ്മുടെ മേൽ ഉദിച്ചു. രാമൻ ചേർന്ന് പറയും. രണ്ട് പറയുന്നു, അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പൊ നീതീകരണമില്ലാത്ത ജീവിതമായിരുന്നു നമ്മുടെ. സ്തോത്രം. നീതി എന്ന് പറയുന്ന സാധനം ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്നില്ല. നീതി എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എല്ലാം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്ന എവിടെ? നീതിയില്ല. എന്നാ കാര്യം? സർക്കാരിന്റെ അല്പ വില കുറവ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ പോയിട്ടില്ല. ആരും പോയിട്ടില്ലേ? പോകാത്ത ആരും ഉണ്ടെങ്കിൽ ഈ ചുമപ്പുറണ്ട് കേട്ടോ, ഒന്ന് പോകണം. സ്വന്തം നിങ്ങളുടെ ഇരിപ്പ് കണ്ടോണ്ട് ചോദിച്ചു. എന്താ നീതി? സത്യം, നേരോടെ, സത്യത്തോടെ, ഇതിനെ ഒക്കെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് നീതി. നേരോടെ, സത്യത്തോടെ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വാക്കാണ്. അപ്പൊ നീതി ഇല്ലാത്തവരായിരുന്നു നമ്മൾ. വാ തുറന്നാൽ നീതികേടെ പറയും, പ്രവർത്തിച്ചാൽ നീതികേടെ പ്രവർത്തിക്കും. അല്ലേ? സ്തോത്രം ചെയ്യുന്നു. നീതി കെട്ടവരായിരുന്നു ഞാനും നിങ്ങളും. സ്തോത്രം. പക്ഷേ അവന്റെ കൃപയുടെ വചനത്താൽ, ഒരാമേ പറ. വിശ്വാസയോഗ്യമായ രണ്ടാമത്തെ വചനത്തിന്റെ വെളിപ്പാട് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത്തത് അവന്റെ നീതിയുടെ, അവന്റെ കൃപയാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. രാമേ പറഞ്ഞേ, രാമേ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുടെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു നിന്ന അനീതികൾ മാറി. സ്തോത്രം. രാമേ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് മാറി? അനീതി മാറി. അവൻ നമ്മളെ നീതീകരിച്ചു. നമുക്കറിയാം, ഈ ദൂത് കൈമാറിയ പൗലോസ് തന്നെ അനീതിയുടെ മകനെന്ന് വേണം വിശേഷിപ്പിക്കണം. ദൈവത്തിന്റെ ജനത്തിനെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ച് അനീതിയുടെ നിയമങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, നിയമങ്ങളിലൂടെ, ഹല്ലേലൂയ രേഖകളിലൂടെ, ഹല്ലേലൂയ സ്തോത്ര അനുമതികളിലൂടെ ജനത്തെ ഉപദ്രവിച്ച് നടന്ന മനുഷ്യനാണ്. അല്ലേ? ആ മനുഷ്യന്റെ മേൽ നീതിയുള്ള അനുഭവം വെളിപ്പെട്ടതിന്റെ കാര്യം, നീതിമാനാകുന്ന ക്രിസ്തുവിന്റെ കൃപ അവന്റെ മേൽ ഉദിച്ചു. കർത്താവിലൂടെയാണ് നീതീകരിക്കപ്പെട്ടത്. അപ്പൊ കർത്താവിന്റെ കൃപ പൗലോസിന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ പൗലോസ് ഒരു നീതിമാനായി. അതുകൊണ്ട് പൗലോസ് എല്ലായിടത്തും പറഞ്ഞത്, ഞാനാകുന്നത് കൃപയാ, നട്ടതും നനച്ചതും ഒന്നുമല്ല, ഏതുമല്ല, വളർത്തുമാറാക്കിയതോ ദൈവത്തിന്റെ കൃപ. അല്ലെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിരിക്കുന്ന എന്റെ കൃപ നിനക്ക് മതി. അല്ലെങ്കിൽ എപ്പോഴും കൃപയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പൗലോസ്, ഹല്ലേലൂയ, തന്റെ ലേഖനങ്ങളിൽ എഴുതപ്പെട്ടതിന്റെ കാരണം പൗലോസിന് കൃപയെ കുറിച്ച്. ഒരാമൻ ചേർന്ന് പറഞ്ഞു, ഒരാമൻ ചേർന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പോ കൃപയാൽ എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടു. അടുത്തത്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രകാരം പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്. അപ്പൊ കണ്ടോ, അടുത്തത് പ്രത്യാശയുടെ വചനമാണ്. കൃപയാൽ നമ്മൾ എന്ത് ചെയ്തു? നീതീകരിച്ചു. അടുത്തത് പ്രത്യാശയുടെ വചനം അവൻ നമുക്ക് തന്നു. വിശ്വാസയോഗ്യമായ വചനം, മൂന്നാമത്തെ വെളിപ്പാടാണ് പ്രത്യാശയുടെ വചനം. ഏതാണ് പ്രത്യാശ? ദൈവത്തിന്റെ വചനം വായിക്കുന്നു. ദൈവം നൽകി തന്നിരിക്കുന്ന പ്രത്യാശയ്ക്ക് ഒറ്റ പേരേയുള്ളൂ, നിത്യജീവൻ. ഒരാമേ പറഞ്ഞു. നിത്യജീവൻ എന്നൊക്കെ കേട്ടാൽ ഇന്ന് എല്ലാവർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രോസ്പെറിറ്റി കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം. നിത്യജീവൻ എന്ന് കേൾക്കാൻ പലർക്കും കേട്ടാലും വലിയ സ്തോത്രമൊന്നും വരത്തില്ല. സാരമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇത് പഠിപ്പിക്കണമല്ലോ. ദൈവത്തിന്റെ വിശ്വാസയോഗ്യമായ വചനം. നിന്റെ രോഗം മാറും, നിന്റെ കെട്ടഴിയും, നിന്റെ കൂട്ടഴിയും, ഇതൊക്കെ ശരിയാ, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ വിശ്വാസയോഗ്യമായ വചനം, എന്നേക്കും നിലനിൽക്കുന്ന വചനത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. ഒന്ന്, കരുണപ്രകാരം നിന്നെ വിടുവിച്ചത്. രണ്ട്, കൃപയാൽ നിന്നെ നീതീകരിച്ചത്. മൂന്ന്, നിത്യജീവന്റെ പ്രത്യാശയുടെ വചനം. ആ വചനം അകത്തളങ്ങളിലേക്ക് ദൈവം തന്നു. ഒരാമയം പറഞ്ഞേ, ഒരാമയം പറഞ്ഞ്. നിത്യജീവനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ദൈവത്തിന്റെ പ്രത്യാശയുടെ വചനം. സ്തോത്രം. നിത്യജീവനിലെത്തുന്ന പ്രത്യാശയുടെ വചനത്തിലാണ് നീ നിൽക്കുന്നത്. നിനക്ക് അതിനെ വിശ്വസിക്കാം. പ്രസംഗിക്കുന്നവർ മാറിപ്പോയാലും, കൂട്ടത്തിലിരിക്കുന്നവർ, ആരാധിക്കുന്നവർ മാറിപ്പോയാലും നിനക്ക് വിശ്വസിക്കാം. നീ നേരോടാതിരിക്കുന്നെങ്കിൽ ആ വചനത്തെ നിനക്ക് വിശ്വസിക്കാം. നിന്നെ നിത്യജീവനിലേക്ക് എത്തിക്കുന്ന പ്രത്യാശയുടെ വചനം. ഒരാമയം പറഞ്ഞേ, ഒരാമയം പറഞ്ഞ്. ഈ ലോകത്തിന്റെ പാപത്തിന്റെ ശക്തികൾ നമ്മളെ കാർന്നു തിന്നാൻ, നമ്മുടെ തലമുറകളെ കാർന്നു തിന്നാൻ വെളിപ്പെടുമ്പോൾ ഇന്ന് മകൻ ആത്മാവിനോട് ഇടപെടുക. നിത്യജീവന്റെ പ്രത്യാശയുടെ വചനം അകത്ത് കത്തണ്ട പോലെ കത്തിക്കഴിഞ്ഞാൽ ഇന്ന് നിത്യജീവനിലേക്ക് നമ്മളെ മുൻപോട്ട് വിടാതെ പലവിധമാകുന്ന പാപത്തിന്റെ മോഹങ്ങളെ ഇട്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വിരുദ്ധമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളെ ജയിക്കണമെങ്കിൽ ഇന്ന് മകൻ ആത്മാവിടുന്നു. നിത്യജീവന്റെ പ്രത്യാശയുടെ വചനം നിന്റെ അകത്ത് കത്തിത്തുടങ്ങണം. അടുത്തത് തീർന്നു. നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിനും. നിത്യജീവന്റെ അവകാശികളായി തീരുന്ന വചനമാ. വീണ്ടും ജനനസ്നാനം കൊണ്ടും. വീണ്ടും ജനനസ്നാനം കൊണ്ടും. ജനനസ്നാനം കൊണ്ടും. കണ്ടോ, വീണ്ടും ജനനം. സ്തോത്രം. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു. വീണ്ടും ജനനസ്നാനം കൊണ്ടും. അപ്പൊ അടുത്ത വിശ്വാസയോഗ്യമായ വചനമാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ജനിക്കുക. നമ്മൾ പറയത്തില്ല പുനർജനിക്കുക എന്നൊക്കെ പറയത്തില്ല. സ്തോത്രം. ചില ബൈബിളിലൊക്കെ അങ്ങനെ തോന്നിയിരിക്കും അല്ലേ? സ്തോത്രം. ഞാനത് വായിച്ചിട്ടുള്ളതാ. പുനർജനന സ്നാനം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും ജനനം, പുനർജനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പ്രേതമായിട്ട് വരുമെന്നല്ല എന്റെ അർത്ഥം. അങ്ങനൊന്നും ചിന്തിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. പോയ അച്ഛൻ ഇന്നലെ രാത്രി വാതില് വന്ന് കുട്ടി, ആ പൂച്ച പോയത് അച്ഛനാണോ എന്നൊരു സംശയം. അതൊന്നുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവരാരും എന്ത് ചെയ്യത്തില്ല, ഇങ്ങോട്ട് വരത്തില്ല. അവരുടെ ആത്മാവ് മാറി ഇങ്ങോട്ട് വരത്തൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പിശാചാണ്. മനസ്സിലാക്കിക്കണം. അല്ലെ രാത്രി അച്ഛനോ അമ്മാമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ കൂട്ടുകാരോ ആരും വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. ഇത്രയും നാളും കാണാൻ പറ്റിയില്ല, ഇപ്പൊ കാണാൻ പറ്റി.
വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ചെല്ലരുത്. അത് നിന്റെ അച്ഛനുമല്ല, നിന്റെ അമ്മാമയല്ല, അത് പിശാചാണ്. സ്തോത്രം. അവൻ ആ വേഷം എടുത്തു വരാൻ കഴിയുമെന്ന് വേദപുസ്തകത്തിൽ തെളിവ്. ഹല്ലേലൂയ. പിശാചിന് ഏത് മേഖലകളിൽ സ്വാധീനിക്കാൻ കഴിയും എന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ നമ്മളുമായി ഒരു ഡീപ് റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ അവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സാദൃശ്യത്തിൽ പിശാചിന് വന്നു കഴിഞ്ഞാൽ പിശാചിനറിയാം നമ്മുടെ മാനസിക തലത്തിനെ അവൻ ആഗ്രഹിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ പറ്റും. എന്റെ ജീവിതത്തിൽ ദൈവം എന്നൊരു കൃപയായിരിക്കാം. സ്തോത്രം. ഇന്ന് വരെ മരിച്ചവരെ കാണാൻ സ്വപ്നത്തിൽ പോലും കാണാൻ ദൈവം അനുവദിച്ചു. ആരും പ്രാർത്ഥിക്കരുത് ഉടനെ പാസ് ആരെങ്കിലും കാണിക്കുന്നത്. സ്തോത്രം. അങ്ങനൊന്നും പ്രാർത്ഥിക്കരുത്. ഞാൻ അങ്ങ് പറഞ്ഞതാ. ഞങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, കാണട്ടെ എന്ന് വെച്ച് അതൊന്നും. സ്തോത്രം. ഹല്ലേലൂയ. വൃന്ദാവന തമ്മാമ കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം അതല്ല പറഞ്ഞത്, ഉണർന്നിരിക്കാനുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ കാണാനുള്ള എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ദൈവത്തിന്റെ കരുണയായിരിക്കാം, ദൈവത്തിന്റെ കൃപയായിരിക്കും. ഞാൻ എപ്പോഴും കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ സ്വപ്നം നിന്റെ ദർശനമാക്കി മാറ്റണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാറ് അങ്ങനെയാണ്. സ്വപ്നം നിന്റെ, നിങ്ങൾ മിണ്ടുന്നില്ല, സ്വപ്നം നിങ്ങളുടെ, എന്റെ കർത്താവേ അങ്ങ് തരുന്ന സ്വപ്നം അങ്ങയുടെ ദർശനമാക്കി മാറ്റണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളത്. സ്വപ്നം ദർശനമായി മാറ്റും. ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മൾ എന്ത് ചെയ്യും? കാണിച്ചു തരും, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് സ്വപ്നത്തിൽ നമ്മൾക്ക് കാണിച്ചു. എല്ലാ സ്വപ്നവും എല്ലാവരോടും എന്ത് ചെയ്യരുത്? ഷെയർ ചെയ്യരുത്. പറയേണ്ടത് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ. ദൈവ സ്വപ്നം തരുന്നത് പിശാച് അറിയാതിരിക്കാൻ. ദൈവം നമുക്ക് സ്വപ്നം തരുന്നത്. സ്തോത്രം. മനുഷ്യനും പിശാചും അറിയാതിരിക്കാനാ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നത്? സ്വപ്നം. അത് നമ്മളും ദൈവമായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. ഒരാൾ ഒരു സ്വപ്നം കണ്ടാൽ അദ്ദേഹം പറയാതെ മറ്റൊരാൾ എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. അതിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കണം. ഇന്ന സ്വപ്നം നീ കണ്ടില്ലെന്ന് ദൈവം എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ നമ്മൾ പറയാതെ പിശാചോ മനുഷ്യനോ എന്ത് ചെയ്തില്ല? അറിയത്തില്ല. ജോസഫിന് പറ്റിയതാ. സ്വപ്നം കണ്ടു പറഞ്ഞു. അന്ന് മുതൽ ജോസഫിന് സ്വസ്ഥതയൊക്കെയാണ്. സ്തോത്രം. എന്തൊന്നില്ല. ഹലോ. അപ്പൊ ദൈവം ചില സ്വപ്നമൊക്കെ കാണിച്ചാൽ അത് പറയേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യണം? പറയണം. ഇല്ലെങ്കിൽ നീ അത് വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോ പോലും നിന്റെ വായിൽ നിന്ന് ഞാൻ ഇന്ന സ്വപ്നം കണ്ടെന്ന് പറയരുത്. ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിട്ട് ആത്മാവിൽ അതിനെ ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിട്ട് ആത്മാവിൽ എന്ത് ചെയ്യണം? അതിനെ ശാസിക്കണം. അതിൻ്റെ അകത്തൊരു ജയം വ്യാപരിക്കും. നമ്മൾ പറയുമ്പോഴോ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴോ പിശാച് അത് കേൾക്കും. അവൻ അത് വെച്ച് കരുക്കൾ നീക്കും. സ്തോത്രം. അതുകൊണ്ട് ആ ഭാഗം വളരെ ശ്രദ്ധിക്കണം. ആത്മാവ് ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടേ. അല്ലെങ്കിൽ വീണ്ടും ജനനത്തിന്റെ വചനം. വീണ്ടും ജനനത്തിന്റെ വചനം. സ്വന്തം ആത്മാവിൽ ഞാൻ പറയാ, സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ ജലസ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ മുഴുവൻ മുങ്ങി എന്ത് ചെയ്യണം? ഉണ്ടെന്നില്ല. സ്നാനപ്പെട്ടവരെങ്കിലും പറ. പെട്ടിരിക്കുകയെന്ന് എനിക്കറിയാം. പറ. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവിനെ അതിലേക്ക് വരുന്നുണ്ട്. അത് അവിടെ നിൽക്കണം. അല്ല, രക്ഷിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തലയിൽ ഒഴിച്ചാൽ സ്നാനമാകത്തില്ല. ആകത്തില്ല. ഹല്ലേലൂയ.
സ്നാനപ്പെടുത്തുന്ന ആളും സ്നാനാർത്ഥിയും ഒരേപോലെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാനം കഴിക്കുന്ന ചരിത്രം ഹല്ലേലൂയ തെളിവ് വിശുദ്ധ ബൈബിളിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും ജനനത്തിന്റെ വചനം വിശ്വാസയോഗ്യം. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയ്ക്കും പോയി ആരാധനയ്ക്കും പോയി ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നിന്റെ വിഷയത്തിന്റെ അകത്ത് വിടുതലെടുത്ത് നീ മുൻപോട്ട് പോകുന്ന വ്യക്തിയാണ് നീ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് നീ രക്ഷിക്കപ്പെട്ട് നീ ജലത്തിൽ സ്നാനപ്പെടാത്തയാളാണെങ്കിൽ, വീണ്ടും ജനനം പ്രാപിക്കാത്ത ആളാണ് നീ എങ്കിൽ, പുതിയതായി ജനിക്കാത്തവനാരും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ചേർന്ന് രാമൻ പറഞ്ഞേ. വിശ്വാസയോഗ്യമായ വചനത്തെ കുറിച്ച് ഞാൻ വെളിപ്പെടുത്തുന്നത് അന്ന് വീണ്ടും ജനനം പ്രാപിക്കുന്ന, പുനർജനന സ്നാനം പ്രാപിക്കുന്ന ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമായ വചനമാണ്. അതില്ലെന്ന് ആരൊക്കെ വാദിച്ചാലും എതിർത്താലും അത് സത്യമല്ല. വീണ്ടും ജനനം പ്രാപിച്ചത്, പുനർജനന സ്നാനം നീ ഏറ്റ വചനം അത് വിശ്വാസയോഗ്യമാണ്. ആ വചനത്തെ നീ വിശ്വസിച്ച് നീ രക്ഷപ്പെടും. നിന്റെ വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് വിടുതലെടുത്ത് ഹല്ലേലൂയ സ്തോത്ര ന്യായപ്രമാണത്തിന്റെ കീഴിൽ പോവുകയല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ദൈവം നിനക്ക് മറുപടികളെ തരുമ്പോൾ തന്നെ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ വിശ്വാസയോഗ്യമായ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തെ നീ അനുസരിക്കണം. സ്തോത്രം. ഞാൻ എന്തെങ്കിലും സ്നാനം ഇതൊക്കെ ഞാനൊന്ന് പഠിപ്പിക്കാം, പ്രസംഗിക്കാം. ഹല്ലേലൂയ സ്തോത്രം. വലിയ ഹല്ലേലൂയ ബഹളമൊന്നും ഇല്ലാതെ ശാന്തമായിട്ട് കുറച്ചു നാൾ പ്രസംഗിക്കണമെന്ന് എന്റെ മനസ്സിലെ ചിന്ത. കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ, മനസ്സിലാക്കാൻ, അത് പലർക്കും ഗുണം ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ യേശുവിനെ മഹത്വപ്പെടും. നമ്മുടെ മിനിസ്ട്രി പല പ്രിയപ്പെട്ടവരുമുണ്ട്. വളരെ സ്നേഹത്തോട് ആത്മാവ് ഓർമ്മിപ്പിച്ച് ഞാൻ പറയുക, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനമേറ്റില്ലെങ്കിൽ അതിന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ. ഹല്ലേലൂയ. ആ വചനം വിശ്വാസയോഗ്യമാണ്. അത് നസ്രയനാകുന്ന യേശു പറഞ്ഞതാണ്. അത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ്. നിഷേധിക്കാൻ കഴിയത്തില്ല, തിരുത്താൻ കഴിയത്തില്ല, വേണ്ടെന്ന് വെക്കാൻ കഴിയത്തില്ല. നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ ചെയ്യണം. അത് നിന്റെ പുറമെയുള്ള ജഡിക മനുഷ്യനുള്ളതല്ല, നിന്റെ അകത്തെ ആത്മ മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗമാണ്. സ്തോത്രം ചെയ്യുന്നു. നാളൊരാള് സ്നാനപ്പെടാൻ പോയപ്പോ ഹല്ലേലൂയ ഒരു കൈ മാത്രം മുക്കിയില്ല, എല്ലാം മുക്കി. ഒരു കൈ മാത്രം. പാസ്റ്റർ രഹസ്യമായിട്ട് ജപിച്ചു വെച്ചാൽ, നീ എന്നടാ ഇത് മുക്കാത്തത്? ഇല്ല, ഇപ്പൊ ഈ മുങ്ങാൻ വന്നപ്പോഴാണ് ഇന്നാള് നടന്നൊരു സംഭവം. അവനിട്ട് തിരിച്ചൊന്നും കൊടുത്തില്ല, അതുകൊണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാ, ഈ കൈ മുക്കാം. അങ്ങനെയാണോ സ്നാനപ്പെടുന്നത്? സ്തോത്രം. ചിലരുടെ അല്ലെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സ്നാനാന്തര ജീവിതം എന്ത് ചെയ്യണം? നയിച്ചേ പറ്റത്. സ്നാനപ്പെട്ടവണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, സ്നാനാന്തര ജീവിതം നയിക്കുന്നവനെ സ്വർഗത്തിൽ പോകത്തില്ല. ചേർന്ന് രാമൻ പറഞ്ഞു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ച മോനേതാണ്. അപ്പൊ വീണ്ടും ജനനം, പുനർജനന സ്നാനത്തിന്റെ വചനം വിശ്വാസയോഗ്യം. അടുത്ത് നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. കണ്ടോ രാമൻ പറഞ്ഞേ? അടുത്ത ലാസ്റ്റ് പറയാ പരിശുദ്ധാത്മാവിന്റെ നവീകരണം. ആ വാക്കെന്തോ മനോഹരമായ വാക്കെന്നറിയാമോ? ഒരുവൻ നവീകരിക്കപ്പെടണമെങ്കിൽ എന്ന് വെച്ചാൽ ഒരുവൻ പൂർണ്ണമായി മാറ്റം വരണമെങ്കിൽ, ഒരുവന്റെ ജീവിതം സ്വഭാവത്തിന് മാറ്റം വരണമെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് വരണം.
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവന്റെ മേൽ നടക്കണം. നമ്മുടെ മേൽ ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ മേൽ നടക്കണം. ആത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ മേൽ നടന്നെങ്കിൽ മാത്രമേ നവീകരണം നടക്കൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യം. എന്തിനാണെന്നറിയാമോ? ഞാനും നീയും പൂർണ്ണമായി ശരിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം. അന്യഭാഷ തെറ്റാണെന്നും അന്യഭാഷ ഇല്ലെന്നും അന്യഭാഷകളിൽ ആരാധിക്കുന്നവർ ഹല്ലേലൂയ സ്തോത്രം അവര് കിടന്ന് കോക്കാമ്പിച്ച് കാണിക്കാന്നൊക്കെയാ പറയുന്നത്. ഹല്ലേലൂയ, അത് പറയുന്ന നീയാണ് കോക്കാമ്പിച്ച് കാണിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വാസ വചനം പറയുന്നു പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ആത്മാവിന്റെ പ്രവർത്തനം നടക്കണം. സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ. സ്തോത്രം. സ്ഥിരമായ ഒരു ആത്മാവ് ഇല്ലാത്ത ദാവീദ് പറയും സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ ജീവിതം ഒന്ന് പുതുക്കപ്പെടണമെങ്കിൽ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ അകത്ത് എന്റെ ദൈവം തരണം. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവചനത്തിൽ എഴുതിയത് ആത്മാവിനെ അവനവരുടെ ചട്ടങ്ങളിൽ അവരെ നടക്കുമാറാക്കി. കണ്ടോ? ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കിയിട്ട് ചട്ടങ്ങളിൽ അവരെ. ആത്മാവിനെ പുറമെ പോയ ഇവനൊന്നും ചട്ടങ്ങളിൽ നടക്കത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ആത്മാവിനെ ഉള്ളിലാക്കി. അതാ ദാവീദ് പ്രാർത്ഥിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ അകത്ത് തരണം. നിനക്ക് നവീകരണം വരണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നവീകരണ മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഈ ലെവലല്ല. ഇതിന്റെ അകത്തു നിന്നൊരു മാറ്റം നിനക്ക് വേണമെങ്കിൽ നീ ആത്മാവിനെ വിധേയപ്പെടണം. പരിശുദ്ധാത്മാവ് ഇന്ന് മുതൽ അവിടെ നിന്നുകൊണ്ടൊരു ദൂത് എന്നോട് പറയുന്നു. നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു ലെവലല്ല. നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു തലമല്ല. നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയല്ല. ഇതിന്റെ അകത്തൊരു മാറ്റം വരണം. നവീകരണം, പരിശുദ്ധാത്മാവിന്റെ നവീകരണം, ദൈവാത്മാവിന്റെ നവീകരണം ആത്മാവിന്റെ പ്രവൃത്തി. ഇന്നവകൾ വെളിപ്പെടട്ടെ. ആത്മാവിന്റെ പ്രവൃത്തി ഇന്നവകൾ വെളിപ്പെടട്ടെ. നിന്നെ കുറിച്ച് ഈ ലെവലല്ല. നിന്നെ കുറിച്ച് ദൈവമാക്കുന്നത് ഈ ജലമല്ല. നിന്നെ കുറിച്ച് ദൈവമാക്കുന്നത് ഈ ഒരു അനുഭവമല്ല. മാറ്. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിനായി വിലപ്പെടുക. നവീകരണത്തിനായി വിലപ്പെടുക. നവീകരണത്തിനായി വിലപ്പെടുക. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. നവീകരണം ഞങ്ങൾക്ക് നടക്കട്ടെ. ഈ പ്രശ്നം പോക്കുന്ന സകല ജനത്തിന്റെ ആത്മാവിന്റെ പ്രാർത്ഥിക്കുന്നത് ജോലിസ്ഥലത്ത് നിന്നാലും രാജ്യത്തുണ്ടായാണ് ആളുകളുടെ
നവീകരണം ദൈവത്തിന്റെ വചനം നവീകരണത്തെ കൊണ്ടുവന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നവീകരണം ചരിത്രവൻ ഇതാണ് മാറ്റുക നല്ലത അല്പസമയം ആരാധിക്കേണ്ട സമയമാണ്. അല്പസമയം എന്നത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന നിന്റെ ഈ ഒരു ലെവലിൽ കാണാനല്ല ദൈവമാഗ്രഹിക്കുന്നത്. ഈ ഒരു ഇടപാടല്ല ദൈവമാഗ്രഹിക്കുന്നത്. ഈ ഒരാൾക്കുള്ള വളർച്ചയല്ല ദൈവമാഗ്രഹിക്കുന്നത്. നിന്റെ മടി മാറ്റ്, നിന്റെ അലസത മാറ്റ്, നിന്റെ ജീവിതം മാറ്റ്, നിന്റെ ഈ നിന്റെ ഈ ശരിയല്ല സ്വഭാവത്തിൽ വരെ മാറ്റം വിശ്വാസയോഗ്യമായ വചനം പരിശുദ്ധാത്മാവിന്റെ നവീകരണം, പരിശുദ്ധാത്മാവിന്റെ നവീകരണം, പരിശുദ്ധാത്മാവിന്റെ നവീകരണം. ഇന്നതിന്റെ തൊടുകയാണ്, ഇന്നതിന്റെ തൊടുകയാണ്, ഇന്നതിന്റെ തൊടുകയാണ്, ഇന്നതിന്റെ വ്യക്തിപരമായി ആത്മാവിൽ കാണുന്നു. വ്യക്തിപരമായി ആത്മാവിൽ തൊടുക വ്യക്തിപരമായി ദൈവത്തെ കാണിക്കുന്നു. ദൈവത്തെ കാണിക്കുന്നു. വ്യക്തിപരമായി ഇത് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചോണം. താല്പര്യമുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. നിങ്ങളുടെ നവീകരണം നടക്കുന്നു. നിന്റെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം, നിന്റെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം, നിന്റെ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം, നിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു നവീകരണം ഇന്നുണ്ട്. വ്യക്തിപരമായി പ്രാർത്ഥിച്ചോ. സകലമാന ഉടുകി വേദി കാല പ്രൗഢമാണ്. എന്റെ ദൈവം അത് ചെയ്യുക. ചില അലസത മാറണം, ചില മടുപ്പ് മാറണം, സ്വഭാവത്തിലെ ചില വ്യക്തിവശങ്ങൾ മാറണം. നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ താല്പര്യം ഇതല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇതല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം ഇതല്ല. പുതിയ ആത്മാവ് ചോദിക്കുന്നു, എങ്ങോട്ടാണ് നിന്റെ പോക്ക്? വേദി കെട്ടി അമ്പൽ പ്രവാചകൻ കമനഘടക നിന്റെ സംസാരങ്ങൾ മാറുന്നു, നിന്റെ പ്രവൃത്തികൾ മാറുന്നു, നിന്റെ ചിന്തനങ്ങൾ മാറുന്നു. ആത്മാവ് ചോദിക്കുന്നു, എങ്ങോട്ടാണ് നിന്റെ യാത്ര?
മടങ്ങി വാ. ആത്മാവിനെ നവീകരിക്കും. ആത്മാവിനെ നവീകരിക്കും. ഈ വിശ്വാസയോഗ്യമായ മടങ്ങ് നിന്നെ വിടുവിച്ച് മടങ്ങി വാ. മടങ്ങി വാ. മടങ്ങി വാ. മടങ്ങി വാ. പരിശുദ്ധാത്മാവിന്റെ മടങ്ങി വാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ മരണത്തിന്റെ വ്യക്തിപരമായ സ്വീകരിക്കണം. അതിന് ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നവീകരണം, പരിശുദ്ധാത്മാവിന്റെ നവീകരണം, പരിശുദ്ധാത്മാവിന്റെ നവീകരണം, പരിശുദ്ധാത്മാവിന്റെ നവീകരണം. എന്നോട് ദൈവം പറയുക, ഇന്ന് ദൈവത്തിന്റെ ചില സ്വഭാവങ്ങളെ ചില വ്യക്തികളെ ജഡത്തിന്റെ ചില സ്വഭാവങ്ങൾ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താൽ തുടച്ചു മാറ്റുന്നു. ചില ചിന്തകൾ തുടച്ചു മാറ്റുന്നു. ചില സ്വഭാവങ്ങൾ തുടച്ചു മാറ്റുന്നു. നിന്റെ ചില രീതികൾ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ഇത് ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുക. ബലഹീനതയിൽ തുടർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ എങ്ങോട്ടാ നിന്റെ പോക്ക്? എങ്ങോട്ടാ നിന്റെ യാത്ര? എങ്ങോട്ടാ നിന്റെ ജീവിത രീതി? എങ്ങോട്ടാ നിന്റെ ആത്മീയത? വിശുദ്ധാത്മാ പറഞ്ഞത് പോരാ, ഇത് പോരായേ എന്ന് പാട്ടുപാടിയാ പോരാ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇത് പോരാ. വലിയൊരു ചേഞ്ച് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയൊരു ചേഞ്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി നിന്ന ആ ഒരു തലത്തിലേക്ക്, ഇന്നലകളിൽ പ്രാർത്ഥനയിൽ നിന്ന, ഇന്നലകളിൽ ആരാധനയിൽ നിന്ന, ഇന്നലകളിൽ ഉപവാസത്തിൽ നിന്ന, ഇന്നലകളിൽ ഹല്ലേലൂയ കൃപയിൽ നിന്ന് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്വപ്നം നീ നശിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്വപ്നം നീ ഇല്ലാതാക്കരുത്. ദൈവത്തിന്റെ സ്വപ്നത്തിന് വിരോധമായി നമ്മൾ നിൽക്കരുത്. നമ്മൾ കേവലം മനുഷ്യനെതിരെയല്ല നിൽക്കുന്നത്. അങ്ങനെ നിന്നാൽ നമ്മൾ ദൈവ പദ്ധതിക്കെതിരെയാ നിൽക്കുന്നതെന്ന് മറക്കരുത്. ഭയം വരട്ടെ, ദൈവഭയം വരട്ടെ. എങ്ങോട്ടാ പോക്ക്? യേശുവിന്റെ നാമത്തിൽ പേരെടുത്ത് വിളിച്ചു പറയാൻ തന്റെ ഇടവില്ലാഞ്ഞിട്ടില്ല. നിങ്ങളെ നാണം കെടുത്തണ്ടെന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ ഇരിപ്പിടങ്ങളിൽ ക്രമപ്പെട്ടോണം, ഇരിപ്പിടങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്ക്. ചാരത്തും ദൂരത്തും ഇരിക്കുന്ന പല മുഖങ്ങളും സ്വർഗം എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നവകൾ ഞാൻ ആത്മനിയോഗത്തിൽ പറയാം, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തെ നീ ഇല്ലാതാക്കരുത്. ആനശാന്തനം.
ഏത് മേഖലകളിലാണെങ്കിലും, ജോലിയാകട്ടെ, വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, കൂട്ടുകാരത്താകട്ടെ, എവിടെയുമായിക്കൊണ്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിന്റെ പുറത്ത് നീ പോകരുത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തെ നീ ഇല്ലാതാക്കരുത്. ഇവിടം കൊണ്ട് ഹല്ലേലൂയ ജഡിക സുഖ സ്വരൂപങ്ങൾ, ഹല്ലേലൂയ ജഡികമാകുന്ന അനുഭവങ്ങളെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യതയിലേക്ക് നിന്നെ എത്തിക്കുന്ന ദൈവത്തിന്റെ വിശ്വാസയോഗ്യമായ വചനം അതിൽ നീ ഉറക്കുക. ഒന്ന്, കരുണയുടെ പ്രസാദം, കരുണയുടെ പ്രീതി നമ്മുടെ മേൽ ഉദിച്ചു. അതാണ് വിശ്വാസയോഗ്യമായത്. രണ്ട്, കൃപയാൽ നമ്മളെ നീതീകരിച്ചു. അതാണ് വിശ്വാസയോഗ്യമായ വചനം. മൂന്ന്, വീണ്ടും ജനനം, പുനർജനന സ്നാനം ദൈവം നമുക്ക് നൽകി. അതാണ് വിശ്വാസയോഗ്യമായ വചനം. നാല്, പരിശുദ്ധാത്മാവിന്റെ നവീകരണം. അതാണ് വിശ്വാസയോഗ്യമായ. ഈ വചനത്തിൽ നീ ക്ഷേത്രയിലുള്ള ജനത്തെ ഉറപ്പിക്കണം. അടുത്ത വാക്യം എന്താ എഴുതിയിട്ട്? ഈ വചനം വിശ്വാസയോഗ്യമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികൾ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം. ഓത്രം നീ ഇത് തമാശ രൂപേണ പറയാനല്ല, നീ ഇത് കളിയാക്കി പറയാനല്ല, നീ പൂർണ്ണ ഗൗരവത്തോടെ നീ ഇതിനെ ഉറപ്പിച്ചു പറയണം. എന്തിനാ? വിശ്വാസയോഗ്യമായ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ ജീവിതം നയിക്കപ്പെടണമെന്ന് ഞാൻ പറയുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ: സൽപ്രവർത്തികളാണ്. സൽപ്രവർത്തികളാണ്. സ്തോത്രം. അതിന്റെ താഴോട്ട് പഠിക്കുമ്പോ പൗലോസ് പറയുന്നുണ്ട്, അത്യാവശ്യ സമയത്തെങ്കിലും സൽപ്രവർത്തികൾ ചെയ്യാൻ നമ്മുടെ ജനം ഒന്നും ഒരുങ്ങട്ടെ. എപ്പോഴും സൽപ്രവൃത്തി ചെയ്യാൻ പൗലോസിന് അറിയാം, അത് പറഞ്ഞ് ഏക്കത്തില്ല. എപ്പോഴും സൽപ്രവൃത്തി ചെയ്യാൻ പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞിട്ടും കുഴപ്പെടാത്തവൻ, പറഞ്ഞിട്ടും മാനസാന്തരപ്പെടാത്തവൻ, പറഞ്ഞിട്ടും തിരുത്തപ്പെടാത്തവൻ, പറഞ്ഞിട്ട് ഒരു ബോധം വരുത്താത്തവൻ, ഓരോ അങ്ങനെയുള്ളവൻ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞാൽ മതി, പറഞ്ഞ് വിട്ടുവിടരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരണം. അല്ലാതെ എല്ലാ ബുധനാഴ്ചയും തല കാണിച്ചിട്ട് കാര്യമില്ല, എല്ലാ ബുധനാഴ്ച സൂമിക്കറിയിട്ട് കാര്യമില്ല. കേൾക്കുന്ന വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തണം. കേൾക്കുന്ന വചനം നമ്മളെ മാനസാന്തരപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിലെ വചനം മാറ്റം വരുത്തണം. അല്ലെ കേറിയില്ലേ ബിജോപ്പാസ് എന്ത് ചെയ്യും, വന്നില്ലേ ബിജോപ്പാസ് എന്ത് വിചാരിക്കും? അങ്ങനെയല്ല. സ്തോത്രം ചെയ്യും. സൽപ്രവർത്തികളാൽ, കണ്ടോ രാമൻ പറഞ്ഞു, സൽപ്രവർത്തികളാൽ. അതുകൊണ്ട് നീ ഈ വചനം ഉറപ്പിച്ചു പറയണം. എത്ര പേരാമൻ പറയും, എത്ര പേരാമൻ പറയും? അതുകൊണ്ട് നീ ഈ വചനം ഉറപ്പിച്ചു പറയണം, ഉറപ്പിച്ചു പറയണം, ഉറപ്പിച്ചു പറയണം. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നിങ്ങനായിരിക്കുന്ന നിങ്ങളുടെ കഴിവല്ല, നിങ്ങൾ ഇന്നിങ്ങനായിരിക്കുന്ന നിങ്ങളുടെ മിടുക്കില്ല, മറിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണയാണ്, കൃപയാലുള്ള നീതീകരണമാണ്. ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടാണ്. ദൈവം നിങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചത്, ദൈവം നിങ്ങളെ ഇത്രത്തോളം മാനിച്ചത്. ഇത് മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് ആരും ഇരിക്കേണ്ടതാ. ഹല്ലേലൂയ. അതിലൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല, ഏതുമല്ല. നമ്മളെ ഇത്രത്തോളം എത്തിച്ചത് ദൈവത്തിന്റെ കരുണയാണ്. ഒരാമേ പറഞ്ഞേ, നമ്മളെ ഇത്രത്തോളം എത്തിച്ചത് ദൈവത്തിന്റെ കരുണ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചേ, എല്ലാ കണ്ണുകളും അടച്ച ഒരു നിമിഷം
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമം. എല്ലാ കണ്ണുകളും അടച്ച് അല്പനിമിഷം പ്രാർത്ഥിച്ച്, അല്പനിമിഷം എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ച്. യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തും. പിടിച്ചേ, പ്രാർത്ഥിച്ചേ. എന്റെ മേൽ ആത്മാവിന്റെ ഒരു നവീകരണം ഇന്ന് പകൽ വീഴണം. പ്രാർത്ഥിച്ചേ. പാട്ടൊന്നും പാടുന്നില്ല, പാട്ടിന്റെ താളത്തിനല്ല, വചനത്തിന്റെ ശക്തി. യെസ്, പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിന്റെ ശക്തി ജനത്തിനെ തൊടട്ടെ. അവരുടെ കൈവിരലിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഓ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആത്മചലനം നടക്കട്ടെ. ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആത്മചലനം നടക്കട്ടെ. ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആത്മചലനം നടക്കട്ടെ. യെസ്. ഈ ജനത്തിന്റെ മേൽ ആത്മചലനം നടക്കട്ടെ, ചലനം നടക്കട്ടെ. യെസ്. പരിശുദ്ധാത്മാവിന്റെ നവീകരണം യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തൊടുകയാ, തൊടുകയാ. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു, ദൈവശക്തി നിന്നെ തൊടുന്നു, തൊടുന്നു, തൊടുന്നു. നീ ഏതിനെയാണോ ജയിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലയിൽ ജയിക്കാനുള്ളൊരു കരുത്ത് ദൈവം നിനക്ക് തരാൻ പോകുന്നു. ഏതു വിഷയത്തെയാണോ നിനക്ക് ജയിക്കാൻ കഴിയാതെ നീ ബുദ്ധിമുട്ടുന്നത്, ആ മേഖലയെ ജയിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ ദൈവാത്മാവ് പകരുന്നു, ദൈവാത്മാവ് പകരുന്നു. ഞാൻ അത് ആത്മാവിൽ കാണുകയാണ്, ഞാൻ അത് ആത്മാവിൽ കാണുകയാണ്. യെസ്. ഈ ജനത്തിന്റെ മേൽ പകർച്ച നടക്കട്ടെ, ഈ ജനത്തിന്റെ മേൽ പകർച്ച നടക്കട്ടെ. ഈ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിന്റെ പകർച്ച നടക്കട്ടെ. ഈ ജനത്തിന്റെ മേൽ ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. ഈ ജനത്തിന്റെ മേൽ നവീകരണം സംഭവിക്കട്ടെ. ഈ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ സാന്നിധ്യം വെളിപ്പെട്ടു വരട്ടെ. ഈ ജനത്തിനെ ആത്മാവിൽ നിറയപ്പെടട്ടെ. ഈ ജനത്തിന്റെ മേൽ ഭവിക്കുന്നത് എല്ലാ പൈശാചിക ബന്ധനങ്ങളാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങട്ടെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങട്ടെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങട്ടെ. ഈ ജനത്തിന്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങട്ടെ. ഈ ജനത്തിന്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങട്ടെ. ഈ ജനത്തിന്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നവീകരണം വെളിപ്പെടുന്ന സ്വഭാവത്തെ ജയിക്കുന്ന, ചിന്തകളെ ചിരിക്കുന്ന, ജനത്തിന്റെ സ്വാധീനങ്ങളെ ചെലുത്തുന്ന ഒരാത്മമണ്ഡലം തുറക്കട്ടെ. ചില നവീകരണ പദ്ധതികൾ സ്വീകരിക്കാം, സ്വീകരിക്കാം. സ്വീകരിച്ചു. നിനക്ക് ജയിക്കാൻ ശക്തി സ്വീകരിക്കുക, സ്വീകരിക്കുക.
സ്വീകരിക്കുക. ഇതിനൊക്കെ ഗ്രഹിക്കാൻ കഴിയുന്ന പറയുന്നത് പോരാ. നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയല്ല. ഒരു മാറ്റത്തിനായി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മീയ നിലവാരത്തിന് വലിയൊരു ചേഞ്ച് ദൈവം ആഗ്രഹിക്കുന്നു. വചനം കേട്ട് തന്നെത്താൻ സാധിക്കുന്നവരെ പോലെയല്ല, അതിനെ ആത്മാവിൽ അനുസരിക്കുന്നവരെ പോലെ. യേശുവിന്റെ നാമത്തിൽ വിധേയപ്പെടുക. യേശുവിന്റെ നാമത്തിൽ വിധേയപ്പെടുക. ശകലമന കന്ദരാജകൽക്കമന ഗുഡിയതര ഡിജാല മുടി കെട്ടി വേദി കെട്ടിയന്തന ജഗൽക്കമന ഗുഡിയം സാദിയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ഇച്ഛിക്കുന്നത് ഇങ്ങനെയല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആരാധന ദൈവാത്മാവ് ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു ആരാധന, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതം, അതിലേക്ക് ജനം വരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ നിന്റെ മേൽ ദൈവകരം വീഴും. അതിനനുസരിച്ച് നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി നിന്നില്ലെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ കരം വീഴും.
പക്ഷി ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവസന്നിധി വിധേയപ്പെട്ട് കരുണയുടെ വചനം, കൃപയുടെ വചനം, നിത്യജീവന്റെ പ്രത്യാശയുടെ വചനം, വീണ്ടും ജനനത്തിന്റെ വചനം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിന്റെ വചനം ഇന്ന് പകലൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ചു നമ്മളെ ദൈവാത്മാവിനോട് പറ, കർത്താവേ, അങ്ങയ്ക്ക് വിധേയപ്പെടാതെ ജീവിച്ച സമയമുണ്ട്, ഞാൻ അതെല്ലാം ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ടും, ഞാൻ ആരാധിച്ചതുകൊണ്ടും, ഞാൻ വചനം കേട്ടതുകൊണ്ടും, ഹല്ലേലൂയ, ഞാൻ ഉപവസിച്ചതുകൊണ്ടും ഒന്നും മാത്രം കാര്യമായില്ല. എന്നെ കുറിച്ച് ദൈവം കാണുന്ന സ്വപ്നത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നതിനാണ് കാര്യം. നമുക്കൊന്ന് സമർപ്പിക്കാം, നമുക്കൊന്ന് ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ജീസസ്, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. പിതാവേ, ഈ ജനത്തിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇവരെ നിറയ്ക്കണം. ഇന്ന് പ്രാപിച്ച വചനവും പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിനുമായിരിക്കാൻ ഈ ജനത്തിനെ ദൈവം സഹായിക്കണം. ഇവര് ദൈവാത്മാവ് ഇവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്വപ്നത്തിനനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ നാമം ചൊല്ലി വചനത്താൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ ചെലവിടാൻ പ്രാപിക്കാൻ ഞങ്ങൾക്ക് ദൈവം നൽകി തന്ന എല്ലാ സാവകാശങ്ങൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ അധികാരമുള്ള നാമത്തെ ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അതിയോടന്തം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന സ്വീകരിച്ചതിനായി സ്തോത്രം. മടക്കി യാത്ര ഈ ജനത്തോടു കൂടെ ഇരിക്കണം. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാകും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവൽക്കുത്താൻ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കൂടപ്പെട്ട ദൂരത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും പ്രാപിച്ച വചനത്തിന്റെ മേലും ലോകത്തെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു എന്ന ഏകരക്ഷകം മുഖാന്തരം ജയം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും വന്ദനം. ഈ ബലത്തോടായിരിക്കാൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.
കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. സാറാമാൻറ്റി കേൾക്കാമോ? കേൾക്കാം. പിതാവേ, ഈ ജനത്തിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. ഈ ഡിവൈസിൽ പ്രാർത്ഥിക്കാൻ നിയോഗത്താൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ കരം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടുവാൻ സഹായിക്കണം. ഇന്ന് കേട്ട ദൈവത്തിന്റെ വിശ്വാസയോഗ്യമായ വചനത്താൽ ഞാൻ ഈ ജനത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ ഇടപെടൽ ഇവരോടുണ്ടാകട്ടെ. ദൈവത്തിന് എന്തെങ്കിലും നിർദ്ദേശിക്കാൻ പറയാനുണ്ടെങ്കിൽ അത് മാത്രം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് മാത്രം വെളിപ്പെട്ടു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമനം, ചുടാരകം, അർത്ഥപ്രവാഹം, ചൂടിഘടകം, മധുരവേദം, പ്രീകാമനംശം, റീബൽപ്രവർത്തനം, കുടികജാലം, മനാതിഘടകം, അർത്ഥരൂപി, ജാനപ്രപക്ഷി. കർത്താവേ, വചനത്തിന്റെ വിശ്വാസയോഗ്യതയിൽ കാൽച്ചുവട് വെപ്പാൻ, വചനത്തിന്റെ വിശ്വാസയോഗ്യതയിൽ കാൽച്ചുവട് വെപ്പാൻ ദൈവം ഈ ജനത്തെ സഹായിക്കണം.